ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, ബ്രഹ്മമുഹൂർത്തത്തിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമെന്ന്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാനത് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ അത് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങളോട് മാം പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, മാം ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ടോ? യെസ്, നിങ്ങൾക്ക് ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഞാനും മെഡിറ്റേഷനും മാനിഫെസ്റ്റൊക്കെ ചെയ്ത് സെൽഫ് ലവ് ഒക്കെ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കാര്യം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത്, അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഞാൻ ചെയ്തിട്ട് ഫലം കണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാനും പറയുന്നത്. ഈ സമയം എന്ന് പറയുന്നത് യൂണിവേഴ്സും നമ്മളും തമ്മിൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു സമയമാണ്. ഇനി നിങ്ങൾക്ക് ആ സമയം ഒന്ന് കാണിച്ചു തരണ്ടേ? ഞാൻ എഴുന്നേറ്റു, എൻ്റെ കാര്യങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങൾക്കും ശേഷം ഇപ്പോൾ റീഡിങ് ചെയ്യാൻ പോവുകയാണ്. സമയം ഞാൻ കാണിച്ചു തരാം. 3:12. ഇനി ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ്, നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് പെൻഡുലം റീഡിംഗ് ആണ്. ഇന്നത്തെ റീഡിംഗ് ആണ്. ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്ത് തന്നെ ആയാലും അത് സാധ്യമാകൂ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ റീഡിംഗ് എല്ലാവർക്കും ഒരുപോലെയല്ല റെസിനേറ്റ് ആവുക, കാരണം എല്ലാവരും ഡിഫറെൻ്റ് എനർജിയാണ്. റെസിനേറ്റ് ആവുന്നവർ സ്വീകരിക്കൂ, അല്ലാത്തവർ വിട്ടുകളയൂ. നമുക്ക് ആദ്യം തന്നെ പെൻഡുലം റീഡിങ്ങിലേക്ക് പോവാം. ഇന്നത്തെ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധിക്കൂ. റീഡിങ് നമ്മൾ നോക്കാൻ പോവാണ് കേട്ടോ. ആദ്യം തന്നെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണ്. യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് അവർക്ക് അവരുടെ കാര്യം, അവരുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് യെസ് ആണെങ്കിൽ യെസ് എന്നും, നോ ആണെങ്കിൽ അതിനുള്ള സൊല്യൂഷനും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതും കാണിച്ചു തരൂ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടിയിട്ട് നമ്മൾ റീഡിങ് നോക്കുകയാണ്. യെസ് എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിക്കാനായിട്ട് യൂണിവേഴ്സ് കൂടെയുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. യെസ്സിലേക്കാണ് പെൻഡുലം മൂവ് ചെയ്യുന്നത്. യെസ്, നിങ്ങൾ ഈ റീഡിങ് കാണുമ്പോൾ യൂണിവേഴ്സിനോട് എന്താണോ ചോദിച്ചത് ആ ഒരു കാര്യം സാധ്യമാകാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ യെസ് എന്ന് കാണിച്ചതിന് ശേഷം പെൻഡുലം കാണിക്കുന്നത് 2 ദിവസങ്ങളെയാണ്. മൺഡേ എന്നും കാണിക്കുന്നുണ്ട്, ഫ്രൈഡേയിലേക്കും പെൻഡുലം നീങ്ങുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ മൺഡേയിലേക്കും ഫ്രൈഡേയിലേക്കും
ഈ 2 ദിവസങ്ങൾ സാധ്യതയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഈ പെൻഡുലത്തിന്റെ മൂവ്മെന്റ് പോകുന്നത് ഒക്ടോബർ മാസത്തേക്കാണ്. ഓക്കെ, ഒക്ടോബർ മാസത്തേക്കാണ് പോകുന്നത്. അതെന്താ ഒക്ടോബർ മാസം എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏതെങ്കിലും കാര്യം നിങ്ങൾ ഒക്ടോബർ മാസം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുന്നുണ്ട്. ആ ഒരു ദിവസം എന്ന് പറയുന്നത് എന്തൊരു കാര്യം നിങ്ങൾക്ക് സാധ്യമാക്കി തരും. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്നാണ്. മൺഡേ എന്നും കാണിക്കുന്നുണ്ട്, ഇവിടെ ഫ്രൈഡേ എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 ദിവസങ്ങളും നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകാൻ പോകുന്ന ആ ഒരു ദിവസമാണ് ഈ 2 ദിവസങ്ങൾ. പിന്നെ കാണിക്കുന്ന മാസം ഒക്ടോബർ ആണ്. അത് നിങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇറങ്ങി പുറപ്പെടുന്നത് അതിൻ്റെ കറക്റ്റ് നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്ന ആ ഒരു ദിവസത്തെയാണ് കാണിക്കുന്നത്, ആ ഒരു മാസത്തെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഇന്ന് നിങ്ങളുടെ എനർജി? ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതിനെക്കുറിച്ചാണ് നോക്കുന്നതെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്ന ആ ഒരു കാർഡ് എന്ന് നോക്കാം. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ 4 കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് കപ്സ് കാർഡാണ്. 7 ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെന്ന് പറയുന്നത് ഒരു ചോയ്സ് ആയിരുന്നു. നിങ്ങളും അവരും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ, ഒരു സെപ്പറേഷനിലാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്തത് ചോയ്സ് പോലെയാണ്. അവർക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ടായിരുന്നിരിക്കാം. ചോയ്സ് എന്ന് പറയുമ്പോൾ അവരുടെ കരിയർ, ഫാമിലി, അവരുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഏത് വേണമെങ്കിലാവാം. അങ്ങനെ 7 കപ്സ് അവിടെ കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. അതിലൊരു ചോയ്സ് മാത്രമായിരുന്നു നിങ്ങൾ. മനസ്സിലായോ? ഇന്ന വ്യക്തികളെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചോയ്സ് എന്ന് പറയുമ്പോൾ അവരുടെ കരിയറിന് അവർ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലിക്ക് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടാവാം. മനസ്സിലായോ? അങ്ങനെ ഒരു ചോയ്സ് ആയിരുന്നു നിങ്ങൾ. ഒരു ഫാൻറ്റസി എന്ന പോലെ ആയിരുന്നു നിങ്ങളോട് അവർക്ക് തോന്നിയിരുന്ന ഒരു ഫീലിംഗ്. അപ്പോൾ അങ്ങനെ ഒരു ഫാൻറ്റസിയിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തിയെ അവർക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ടായില്ല, അല്ലേ? നമ്മളിലേക്ക് നമ്മുടെ പേഴ്സൺ നോക്കുമ്പോൾ, നമ്മളെ ജെനുവിനായിട്ട് സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെ മാത്രമാണ് കാണുക. നമ്മളെന്ന ലോകത്തെയാണ് കാണുക, നമ്മളെന്ന സ്നേഹത്തെയാണ് കാണുക. എന്നാൽ നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് അവർക്ക് നിങ്ങൾ ഒരു ഓപ്ഷൻ ആയിരുന്നു. ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെ തന്നെയായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നേ. കുറച്ച് നാൾ വളരെയേറെ അടുപ്പം തോന്നും, കുറച്ച് നാൾ മാറി നിൽക്കും, വീണ്ടും കുറച്ച് നാൾ അടുപ്പം തോന്നും, വീണ്ടും മാറി നിൽക്കും. അങ്ങനെ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പായി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയി. ആ ഒരു സിറ്റുവേഷന് തന്നെയാണ് ആദ്യത്തെ കാർഡ് കാണിക്കുന്നത്. അങ്ങനെ മൂവ് ഓൺ ചെയ്തു പോയ ആ വ്യക്തിക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് നെക്സ്റ്റ് കാർഡ് കാണിക്കുന്നത്. 5 ഓഫ് കപ്സ് കാർഡ്. ഇവിടെ ആദ്യത്തെ 3 കാർഡും കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. എന്താണ് 5 ഓഫ് കപ്സ് കാർഡ് എന്ന് നമുക്ക് നോക്കാം. അതും ഒരു ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ നിങ്ങൾ എന്ന വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു പോയ നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യവും ഡിസപ്പോയിൻമെന്റ് ആണ്, ബിറ്റർനെസ്സിനെയാണ് കാണിക്കുന്നത്, ഹേർട്ട് ബ്രോക്കൺ ആയിട്ട് കാണിക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ നിങ്ങൾ അവരെ ചേസ് ചെയ്തു പോയിരുന്നു, അവരുടെ കാര്യങ്ങളിലേക്ക് ഫോളോ ചെയ്തിരുന്നു. എന്നാൽ നിങ്ങൾ എന്ന വ്യക്തിയെ നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? ഹേർട്ട് ബ്രോക്കൺ ആണ്.
നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് ഇപ്പോൾ അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് വളരെയേറെ വിഷമത്തിലിരിക്കുകയാണ്. അവർ ചെയ്ത തെറ്റിനെ ഓർത്തവര് വേദനിക്കുന്നുണ്ട്. എങ്ങനെ നിങ്ങളിലേക്ക് തിരിച്ചു വരാം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളിലേക്ക് വരിക? ഒരു സോറി പറഞ്ഞാൽ മതിയാവോ? ഇല്ല. കാരണം അത്രമാത്രം നിങ്ങൾ വേദനിച്ചിട്ടുണ്ട്. അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് നിങ്ങൾ അത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചെന്ന് പോലും അറിയാത്ത ഒത്തിരി എനർജീസ് ഉണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരിക്കണം അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. എന്നാൽ യൂണിവേഴ്സ് ഇതെല്ലാം കണ്ടുകൊണ്ട് അവരിലേക്ക് ഇപ്പോൾ നൽകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡിസപ്പോയിൻമെന്റ് ആണ്, ബിറ്റർനെസ് ആണ്, ഹർട്ട് ബ്രോക്കൺ ആണ്. ഇനി നെക്സ്റ്റ് കാർഡ്, തേർഡ് കാർഡ് പറയുന്നത് 8 ഓഫ് കപ്സ് കാർഡാണ്. അതും ഒരു ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് അതിൻ്റെ മീനിങ് നോക്കാം. ഇത് നിങ്ങളുടെ ഇമോഷനാണ്, നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയി അവരിപ്പോൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം അവർ വിഷമിക്കുന്നത്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യൂവേഴ്സ് ഇപ്പോൾ റീഡിങ്സ് ഒക്കെ കണ്ട് സെൽഫ് ലവ് ചെയ്തുകൊണ്ട്, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നില്ലേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്ന്? അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ എപ്പോൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയോ? ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ലെറ്റ് ഇൻ ഗോ സിറ്റുവേഷനിലാണ് അല്ലേ? നിങ്ങൾ കുറെ നാളവരെ ചേസ് ചെയ്തു പോയി, എന്നാൽ ഇപ്പോൾ നിങ്ങൾ മാറി നിൽക്കുകയാണ്. എന്താണ് യൂണിവേഴ്സ് എനിക്ക് തരുന്നതെങ്കിൽ തരട്ടെ, എപ്പോഴാണ് അവർ വരുന്നതെങ്കിൽ വരട്ടെ. അതുവരെ ഞാൻ എൻ്റെ കാര്യങ്ങൾക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ ഇഷ്ടങ്ങളെയാണ് ഞാൻ കാണുന്നത്, എൻ്റെ ബെറ്റർ ഫ്യൂച്ചറിനെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ സ്നേഹം അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് എപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു അപ്പോൾ അവർ തിരിച്ചു വരട്ടെ അല്ലേ? അതല്ലേ നിങ്ങളിപ്പോൾ ചെയ്യുന്നേ? നിങ്ങളെന്ന ആ ഒരു പ്യുവർ സോൾ ഉണ്ടല്ലോ, നിങ്ങൾ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണെന്ന് നിങ്ങൾ എന്ന് മനസ്സിലാക്കി തുടങ്ങിയോ അന്നു മുതൽ നിങ്ങളുടെ പേഴ്സണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങളിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരാഗ്രഹം തന്നെയാണ്. ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 8 ഓഫ് കപ്സ് കാർഡ് പറയുന്നത് ലെറ്റ് ഇറ്റ് ഗോ എന്ന് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം. നിങ്ങൾക്ക് വിഷമൊക്കെ ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ, എങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിൽ വന്നിട്ടുള്ള ആ ഒരു സ്റ്റക്ക് എനർജി എന്താണോ, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സ്റ്റക്ക് എനർജി വന്നിട്ടുണ്ടോ ആ ഒരു സ്റ്റക്ക് എനർജി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കാണാണ്. ആ ഒരു സ്റ്റക്ക് എനർജി മാറണം. എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇനി തോറ്റു കൊടുക്കലല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അബണ്ടനാണ്, എൻ്റെ പുരോഗതിയാണ്. ഫിനാൻഷ്യലായിട്ടും എൻ്റെ എഡ്യൂക്കേഷൻ പരമായിട്ടും ഞാൻ ഇപ്പോൾ അബണ്ടൻ തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? വലുതും ചെറുതുമായ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾ നേടുന്നില്ലേ? നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവാം, വലുതും ചെറുതുമായ ഒത്തിരി കാര്യങ്ങൾ. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിക്കൊണ്ടിരിക്കുന്നില്ലേ? സ്വയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ മെയിനായിട്ടുള്ള ഒരു ആഗ്രഹം, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരിക എന്ന് തന്നെയാണ്. അത് നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. യൂണിവേഴ്സ് സമയമാകുമ്പോൾ തരട്ടെ. ഒരു കർമ്മ ഉണ്ടെങ്കിൽ അതെൻ്റെ ആവട്ടെ. അതിനോടൊപ്പം തന്നെ നിങ്ങളുടേതായ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളില്ലേ? നല്ലൊരു കരിയർ, നല്ല എഡ്യൂക്കേഷൻ, നല്ല ബെറ്റർ ഫ്യൂച്ചർ, ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സാധ്യമായി കൊണ്ടിരിക്കുകയാണ്. വിദേശത്തേക്ക് ജോബിന് നോക്കുന്നവർ, എഡ്യൂക്കേഷന് നോക്കുന്നവർ, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് നോക്കുന്നവർ, നിങ്ങളുടെ ആഗ്രഹം എന്തോ ആയിക്കോട്ടെ, ആ ഒരു ആഗ്രഹം യൂണിവേഴ്സ് നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നു. നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് ഈ കാലയളവിലാണ്. നിങ്ങൾക്കൊത്തിരി കഴിവുണ്ടെന്ന്, നിങ്ങളെന്ന വ്യക്തി തോറ്റു കൊടുക്കാനുള്ള ഒരാളല്ലെന്ന് മനസ്സിലാക്കി തുടങ്ങിയത് നിങ്ങൾ ഈ കാലയളവിലാണ്. അത് തന്നെയാണ് യൂണിവേഴ്സിന്റെ ഒരു ലക്ഷ്യവും. നിങ്ങൾ തോറ്റു കൊടുക്കേണ്ട ഒരു വ്യക്തിയൊന്നുമല്ല, നിങ്ങൾ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ജനിച്ച് നമ്മൾ ജീവിക്കുന്ന ആ ഒരു യാത്രയിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കണ്ടും കേട്ടും പോകേണ്ടതായിട്ട് വരും. അതിൽ നല്ലതും ചീത്തയും ഉണ്ടാകാം.
എന്നാൽ നമ്മൾക്ക് വരുന്ന പുരോഗതിയാണ് നമ്മൾ നോക്കേണ്ടത്, നല്ല കാര്യങ്ങളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ എന്ന വ്യക്തിയുടെ കഴിവിനെയാണ് യൂണിവേഴ്സ് ഇവിടെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഇപ്പോൾ നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ സ്കില്ലുകളെ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ആ ഒരു കാര്യം തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങൾ പ്രകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്ന വ്യക്തിയുടെ ഏതൊരു സ്റ്റക്ക് എനർജിയാണോ ആ സ്റ്റക്ക് എനർജി, ആ ഒരു നെഗറ്റിവിറ്റി മാറിക്കൊണ്ട് പോസിറ്റീവിലേക്ക് നോക്കി കാണുന്ന നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ആ ഒരു നെഗറ്റിവിറ്റി മാറണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് ആണ്, മെഡിറ്റേഷൻ ആണ്, മാനിഫെസ്റ്റേഷൻ ആണ്. ഇനി 4ാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്ക് ഞാൻ പോവുകയാണ്. 4ാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 5 ഓഫ് പെന്റക്കിൾ ആണ്. 5 ഓഫ് പെന്റക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ട്, തടസ്സം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷനിലെ കരിയറിലൊക്കെ തടസ്സം വന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഒരു ചാൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ആ ചാൻസ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്? അത് ക്ലിയർ ചെയ്യാനായിട്ട്, ആ ബ്ലോക്കേജ് മാറിക്കൊണ്ട് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്കായിട്ടുള്ള അവസരം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് നേടാനുള്ള കാര്യം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. നിങ്ങളുടെ കരിയറാണോ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണോ, നിങ്ങളുടെ ഏത് ആഗ്രഹവും നേടിയെടുക്കാനുള്ള ആ ഒരു പവർ നിങ്ങളുടെ കൈകളിൽ തന്നെയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നിങ്ങളിലേക്കുള്ള അവസരങ്ങളെ വിനിയോഗിക്കൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യൂ. എനിക്ക് അവസരങ്ങൾ വന്നിട്ടില്ല, എൻ്റെ കാര്യങ്ങൾ തടസ്സമാണെന്ന് വിചാരിച്ചിരുന്നാൽ അവിടെ തന്നെ നിങ്ങൾ ഇരിക്കുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയാണ്. ആ തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഒരു നെഗറ്റീവ് എന്നെ ബാധിക്കില്ല എന്ന് കരുതുക. നിങ്ങളോട് ഇറങ്ങി പുറപ്പെടാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ നേടാനുള്ള കാര്യം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ആ അവസരത്തിന് വേണ്ടിയിട്ട്, ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ഇറങ്ങി പുറപ്പെടാനാണ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരണമെങ്കിൽ നിങ്ങൾ ഒന്നുമല്ലാതിരുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ എന്ന വ്യക്തിയിലേക്കുള്ള ആ ഒരു അവസരത്തെ തന്നെയാണ് നിങ്ങൾ നോക്കി കാണേണ്ടത്. അത് മിസ് ചെയ്യരുത് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങൾക്കുള്ള ആ ഒരു അവസരം, നിങ്ങൾക്കുള്ള ആ ഒരു വാതിൽ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ തന്നെയുണ്ട്. അതൊരു മാജിക്കൽ ഓപ്പർച്യൂണിറ്റിയാണ്. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ മുന്നിൽ. അത് നിങ്ങൾ കാണാതെ പോവരുത്. നിങ്ങൾ എന്ന വ്യക്തി അത് കണ്ടുകൊണ്ട് ആ ഒരു വാതിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ള അവസരങ്ങളിലേക്ക് നോക്കി കാണാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തളർന്നിരിക്കേണ്ട ഒരു വ്യക്തിയല്ല, വിഷമിച്ചിരിക്കേണ്ട വ്യക്തിയല്ല. നിങ്ങളിലേക്കുള്ള സാധ്യതകളെ നോക്കിക്കാണൂ. അതിലൂടെ നിങ്ങൾക്ക് വരുന്ന ഒരു പുരോഗതിയെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് പെൻഡുലം റീഡിങ്ങിൽ യെസ് എന്ന് കാണിച്ചിട്ടുണ്ടോ? ഏതൊരു കാര്യമാണോ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈ റീഡിങ് കാണുന്നെങ്കിൽ ആ ഒരു കാര്യത്തിൽ യൂണിവേഴ്സ് പറയുന്നത് യെസ് എന്ന് തന്നെയാണ്. നമ്മളാണ് ഹീലാകുന്നത്, നമ്മളാണ് സെൽഫ് ലവ് ചെയ്യുന്നത്, നമ്മളാണ് മെഡിറ്റേഷനും മാനിഫെസ്റ്റും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിലേക്കാണ് പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നത്. നമുക്ക് ചുറ്റും ഒത്തിരി പേരുണ്ടാവാം നെഗറ്റീവ് പറയാനായിട്ട്, നെഗറ്റീവ് എനർജി തരാനായിട്ട്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക. സാധ്യതകളെ നോക്കിക്കണ്ടുകൊണ്ട്, നിങ്ങളിലേക്കുള്ള ആ ഒരു അവസരത്തെ നോക്കിക്കണ്ടുകൊണ്ട്, ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ നോക്കിക്കണ്ടുകൊണ്ട് ആ ഡോർ ഓപ്പൺ ചെയ്യൂ. നിങ്ങളിലേക്കുള്ള എല്ലാ തടസ്സങ്ങളും യൂണിവേഴ്സ് മാറ്റി തരും. ഓരോ അവസരങ്ങളും സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഓരോ അവസരങ്ങളിലേക്ക് നോക്കി കാണേണ്ടതും നമ്മൾ തന്നെയാണ്. ഒരു വട്ടം നമ്മൾ തളർന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക. എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ നേടിയെടുക്കും. അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടതും എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. നിങ്ങളിലേക്കുള്ള പോസിറ്റീവ് റീഡിങ് തന്നെയാണ് ഇന്ന് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഞാൻ വായിക്കുന്നതും. ആസ് എ റീഡർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യം എന്ത് തന്നെ ആയാലും അത് നേടിയെടുക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. കുറേ പേരുടെ അഭ്യർത്ഥന പ്രകാരമാണ്, കുറേ പേര് മെസ്സേജ് ചെയ്തുകൊണ്ടാണ്
ഞാൻ ഈ റീഡിങ് ഈ ടൈമിൽ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. എപ്പോഴും എനിക്ക് റീഡിങ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല ബ്രഹ്മമുഹൂർത്തത്തിൽ. കാരണം എൻ്റെ പ്രയറിൻ്റെ തോതനുസരിച്ച് ചിലപ്പോൾ കറക്റ്റ് ഈ സമയത്ത് ഞാൻ റീഡിങ് എടുത്തൊന്നും വരില്ല, രാവിലെ എടുക്കും. ഇന്ന് ഒത്തിരി പേർക്ക് ഞാൻ ആ സമയത്ത് എഴുന്നേക്കൊണ്ടോ എന്ന് ഒരു ഡൗട്ടുണ്ട്. ആ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിന്ന് ഈ സമയത്ത് റീഡിങ് എടുക്കുന്നത്. കാരണം എൻ്റെ പ്രയർ എന്ന് പറയുന്നത് 3 മണി മുതൽ 3:30 വരെ എങ്ങനെയായാലും നീണ്ടു നിൽക്കുന്നതാണ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു പ്രയറിൻ്റെ തോത് കുറച്ചൊന്ന് കുറച്ചു. മനസ്സിലായോ? അപ്പോൾ ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും എന്നെ അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിന് വന്നാലേ നിങ്ങളുടെ ആക്യുറേറ്റ് റീഡിങ് എനിക്ക് എടുത്ത് തരാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയാണ് വിശ്വാസം വേണ്ടത്. നിങ്ങളെ കൊണ്ട് മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തത്തിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കൂ എന്ന് തന്നെയാണ്. അത് 21 days ആണ് ചെയ്യേണ്ടത്. ഒരാഗ്രഹം സാധിക്കാനായിട്ട് 21 days. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര നാൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഇത്ര ദിവസം എന്നൊന്നും കരുതേണ്ട. മിനിമം നമ്മൾ 21 days എങ്കിലും പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ റീഡിങ്ങുമായിട്ട് അടുത്ത ദിവസം കാണാം. നിങ്ങളുടെ സ്വന്തം നിംസ്.